കഴിഞ്ഞ ദിവസത്തെ കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വികാരപരിധിയായിട്ടാണ് രേണുസുതി ലൈവിൽ വന്നത്. ഞാൻ നിന്നെ സ്വന്തം മകനായി കണ്ടതാണെന്നും എനിക്ക് ക്യാൻസർ വന്നപ്പോൾ തന്നെ നീ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് മോശമായെന്നും നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എന്നെല്ലാം പറഞ്ഞു ഒത്തിരി രോഷം കൊണ്ടൊക്കെയാണ് രേണുസുതി സംസാരിച്ചത്. ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ നീ വരരുത്, ഒരു റീത്ത് പോലും എൻ്റെ ദേഹത്ത് വെക്കരുത്, അതിന് നീ അർഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ പൂർണ്ണമായും അന്യനാക്കിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള രേണുവിൻ്റെ ലൈവ് മൊത്തം. കിച്ചു ചെയ്തു പോയത് ഒരൽപ്പം കടന്ന കൈയായെന്നും വയ്യാത്ത ഒരാളോട് പെരുമാറേണ്ട രീതിയല്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രേണുവിൻ്റെ അടുത്ത സുഹൃത്തും ആൽബത്തിലുമെല്ലാം രേണുവിനോടൊപ്പം അഭിനയിച്ച വ്യക്തിയുമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം രേണു കയറിയങ്ങ് ഫാനിൽ തൂങ്ങിയാലോ, അവളെ ആര് രക്ഷിക്കും? നീ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഉണ്ടാവുകയെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള രേണുവിൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വാക്കുകളാണ് രേണുസുതി ആത്മഹത്യ ശ്രമിച്ചു എന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത്. എന്തു തന്നെയായാലും എന്തുദ്ദേശത്തിലാണ് ഈ സുഹൃത്ത് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടതെന്ന് ആർക്കും അറിയില്ല. രേണുസുതി ആത്മഹത്യ ശ്രമിച്ചെന്നും സഹോദരി ഭർത്താവ് കണ്ടതുകൊണ്ട് മാത്രം ജീവൻ രക്ഷിക്കാനായെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഒറ്റ സുഹൃത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത്.